വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ വരട്ടാണ്. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ചെറിയ ചെമ്മീൻ ചെറുള്ളിയും വറ്റൽമുളകും തക്കാളിയും ഒക്കെ വഴറ്റി അരച്ചത് ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 7 ചെറിയ ഉള്ളി ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ശേഷം ഇതിലേക്ക് നമുക്കൊരു തക്കാളി ചേർക്കണം. ആ തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 12 വറ്റൽമുളകാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. 1 അല്ലി കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് അരച്ചെടുക്കണം. ഇതേ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ചൂടായ ശേഷം ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒരു 3 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി. ശേഷം ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് സവോളയാണ്. ഞാനൊരു സവോള എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരു 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ തന്നെ പെട്ടെന്നൊന്ന് ബ്രൗൺ കളറായി കിട്ടും. നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് ചേർക്കേണ്ടത് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ്. അത് ഞാൻ വെള്ളമൊന്നും കൂട്ടാതെയാണ് അരച്ചിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു എണ്ണ തെളിയുന്ന സമയം വരെ ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മൂപ്പിച്ച് കൊടുക്കുക. 1 മിനിറ്റ് തന്നെ മതി. കാരണം നമ്മൾ മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടിങ്ങനെ നിൽക്കും. 1-2 മിനിറ്റ് അങ്ങോട്ട് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. ഒരു 1/2 കിലോ ചെമ്മീൻ വേവാൻ തരത്തിലുള്ള വെള്ളം വേണം ചേർക്കാൻ. ഞാനിപ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 കിലോ ചെറിയ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ചെറിയ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നല്ലത് കറി വെച്ച് കഴിക്കുന്നതാണ്. അത് അപ്പത്തിലേക്കും ചോറിലേക്കും ഒരുപോലെ നല്ല കോമ്പിനേഷനാണ്. ചെമ്മീൻ ഒന്ന് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് വേവിക്കണം. തിക്കാവുന്നവരെ വെള്ളം വറ്റിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ വരട്ട് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.